യാസീനോദിട്ട് പോണം. എല്ലാരും തന്നെ എനിക്ക് ഒന്ന് ഉഷാറാ ഇവിടെ ഇറങ്ങാണ്ട് ബദറിൽ ഇറങ്ങാണ്ട് പോയാൽ മുതലാവില്ല. അവരോട് കുളിക്കാൻ പറഞ്ഞു. ഞാനല്ലോ ഇറങ്ങല്ലേ എന്നായോ ഓടി വാ. അതിന് വിളിക്കലല്ലേ ഓർമ്മല്ലേ ഇതാണ് ബദർ. വിശുദ്ധമായ ബദർ യുദ്ധം. ബദർ യുദ്ധം നടന്ന സ്ഥലം. ഒരു കെട്ടി സംരക്ഷിച്ചില്ല. ഒരു 10 മിനിറ്റ് എല്ലാതും മക്കബറുണ്ട്. ലക്കി തരും. ഇതാണ് ബദർ യുദ്ധത്തിൽ ഷഹീദായ യോദ്ധാക്കൾ കിടക്കുന്ന മക്ബറ. ഇവിടെ ഒരുപാട് മക്ബറ ഉണ്ട്. 13 ആളുകളാണ് ബദർ യുദ്ധത്തിൽ ഷഹീദായിട്ടുള്ളത്. ഒരു പേര് ഈ ബസ്സിന്റെ അപ്പുറമുണ്ട്, ഒരു സ്തൂപുണ്ട്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരൊക്കെയാണുള്ളത് എന്നുള്ളത്. ബദർ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണെന്ത്. അതൊന്നും വേണ്ട അത് നല്ല ഇതെല്ലാം പൊതിച്ചിട്ട് ഉറങ്ങിനല്ലേ. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമായിരുന്നു എന്ത് ബദർ യുദ്ധം എന്ന് പറയുന്നത്. ആ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചിട്ടില്ലായെങ്കിൽ ഇന്നീ കാണുന്നത് പോലെ എന്തുണ്ടാവുമായിരുന്നില്ല, ഇസ്ലാം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് അബൂ സുഫിയാന്റെയും സംഘവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ഓടിച്ചപ്പോ അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയത്. അബൂ സുഫിയാനും സംഘവും കച്ചവടത്തിന് വേണ്ടി മദീന വഴിയാണ് പോവുക. അപ്പൊ ബദറിൽ വെച്ചുകൊണ്ട് അവരെ പിടിക്കപ്പെടാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. പക്ഷെ അബൂ സുഫിയാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ എന്തായി, വഴി മാറ്റി പിടിച്ച് അവരെ സംഘത്തെ നമുക്ക് കിട്ടിയില്ല. പക്ഷേ ഈ സംഘത്തെ പിടിച്ചു എന്നുള്ളൊരു കള്ളവാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ മക്കയിൽ നിന്ന് 1000-ഓളം വരുന്ന ശത്രുസന്നാഹം എല്ലാവിധ യുദ്ധത്തിനുള്ള കോപ്പുകളുമായിട്ടാണ്, ഒട്ടകങ്ങളുണ്ട്, വാളുകളുണ്ട്, പരിചകളുണ്ട്, എല്ലാമായിട്ടാണ് വരുന്നത്. പക്ഷെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ആകെയുള്ളത് എത്ര ആളുകളാ? 313ഓളം പട്ടിണി കിടക്കുന്ന സഹാബത്താ. നോമ്പെടുത്തുകൊണ്ട് ഒരു ദിവസം പോലും ഒരു കാരക്ക കഷ്ണം കൊണ്ട് നോമ്പെടുത്തവരാ പലരും. പട്ടിണി കൊണ്ട് നോമ്പ് മുറിക്കുന്ന ആ സഹാബത്തെ കിറാമിനെയും കൊണ്ട് അള്ളാഹിന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാണ്. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹിക്ക് വിഷമമുണ്ട്. അപ്പൊ സഹാബാക്കൾ പറയാം, നബി ഞങ്ങൾ മുന്നിൽ നിന്നാ മതി, ബാക്കിൽ നിൽക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങൾ മുമ്പിൽ നടന്നോ, ഞങ്ങൾ വരാന്നാ പറഞ്ഞേ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും 313ഓളം വരുന്ന സഹാബത്തും വന്നപ്പോഴേക്കും വല്ലാത്തൊരു വിഷമം. ഒന്നാമത്തെ വിഷമം, ശത്രു സമൂഹം 1000-ഓളം വരുന്ന ശത്രു സമൂഹം ഇവിടെ വന്നിരുന്നു. ഈ മല എന്ന് പറയുന്നത് ഈ ഭാഗം കുറച്ച് പൊന്തിയ സ്ഥലമായിരുന്നു. കുറച്ച് താഴെ നമ്മൾ പോയ ഒരു പള്ളി കാണും, നമ്മുടെ ബദറിലെ പള്ളി, അത് താഴ്ന്ന ഭാഗവുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി വന്നപ്പോഴേക്കും മുശ്രിക്കീങ്ങളായ ആളുകൾ മുകളിലുള്ള സ്ഥലം അവർ കയ്യേറിയിരുന്നു. ഹൈറ്റുള്ള സ്ഥലത്തു നിന്നാണ് യുദ്ധം ചെയ്യാൻ ഏറ്റവും എളുപ്പം. അങ്ങനെ യുദ്ധം അവർ കയ്യേറി. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ വന്ന് തമ്പടിച്ച സ്ഥലത്താണ് ഇന്ന് ബദറിലെ പള്ളി ഉള്ളത്. ആ ബദറിലെ പള്ളിയുടെ പേരാണ് മസ്ജിദ് അരീഷ്. എന്ത്?
ബദറിലെ പള്ളിയുടെ പേര് മസ്ജിദുൽ അരീസ്. അവിടെ നമുക്ക് പോവാം ഇൻഷാ അല്ലാഹ്. ബാങ്ക് കൊടുത്തിട്ടില്ല, നോക്കാം. ഏതായാലും റസൂലുള്ളാഹി തങ്ങളും സഹാബത്തും താഴെ ഭാഗത്ത് എന്തായി തമ്പടിച്ചു നിന്നു. അങ്ങനെ നിന്ന സമയത്ത് ഒന്നാമത്തെ പരീക്ഷണം, ഒരു ഉദ്ദേശിച്ച സ്ഥലം കിട്ടിയില്ല, പട്ടിണി കൊണ്ടാ വരുന്നത്. ഈ യുദ്ധത്തിൽ ജയിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, ഇസ്ലാം ഉണ്ടാവൂല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവിടെ കിടന്നുറങ്ങിയപ്പോൾ അള്ളാഹിന്റെ രണ്ടാമത്തെ പരീക്ഷണം. എന്താ പരീക്ഷണം? ആരൊക്കെയാണോ യുദ്ധത്തിന് വന്നത് അവർക്ക് എല്ലാവർക്കും ജനാബത്തായി. പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് നബിയോട് പറയാം, നബിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജനാബത്താ, എന്താ നമ്മൾ ചെയ്യുക? കുടിക്കാൻ പോലും വെള്ളമില്ല. പിന്നില്ലേ കുടിക്കാൻ പോലും വെള്ളമില്ല. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച, അല്ലാഹ് ഇവർക്ക് കുളിക്കാനും കുടിക്കാനുള്ള വെള്ളം നീ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ താഴ്ന്ന ഭാഗത്ത് മാത്രം എന്ത് ചെയ്തു? മഴങ്ങ് പെയ്തു. മുകളിൽ നിൽക്കുന്ന ഭാഗത്ത് മഴയില്ല, താഴ്ന്ന ഭാഗത്ത് മഴ പെയ്തു. ആ പെയ്ത സ്ഥലത്ത് ആ വെള്ളം എടുത്തിട്ട് എന്തായി, ഹംസ റളിയല്ലാഹു അൻഹു ഒരു ഹൗദ് ഉണ്ടാക്കി. റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ഹൗദ് ഉണ്ടാക്കി. ആ സമയത്ത് ഹൗദ് ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് അവർ എടുക്കുകയും കുളിക്കുകയും കുടിക്കുകയും ചെയ്തു. പക്ഷെ കഴിക്കാനൊന്നുമില്ല അവരുടെ കയ്യിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ശത്രു സമൂഹത്തിൽ നിന്ന് ഒരാൾ കടന്നു വരികയാണ്. അടുത്തേക്കാണ് വരുന്നത്. ഹൗലിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക, വെള്ളം എടുക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസ റളിയല്ലാഹു അൻഹു മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഉമർ തങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വെള്ളം എടുക്കാൻ വേണ്ടി വരുന്ന ശത്രുവിനെ കണ്ടപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വാക്കാ. ഹംസ, അദ്ദേഹത്തെ ഒന്നും ചെയ്യണ്ട, അദ്ദേഹത്തെ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നബി അവർ പറഞ്ഞു, നബിയെ ശത്രുവാ വരുന്നത്, നമ്മൾ ആക്രമിക്കാനാ വരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, ഓൻ വെള്ളം എടുക്കാൻ വരുന്നവനാ, ഓൻ വെള്ളം എടുത്തിട്ട് പോയിക്കോട്ടെ. വെള്ളം എടുത്തു, തിരിച്ചു പോയി, ഒരു കുഴപ്പമുണ്ടായില്ല. രണ്ടാമത് അവിടുന്ന് ഉത്ബത്തോ ഷൈബത്തോ ഒക്കെ കടന്നു വന്നു. അവരുടെ ഉദ്ദേശം വെള്ളം എടുക്കലായിരുന്നില്ല. നമുക്കില്ലാത്ത വെള്ളം എന്തിനാ? അവർക്ക് അസൂയ വന്നു. കാരണം മുകളിലെ മഴ പെയ്യണ്ടേ, സാധാരണ പെയ്യാതെ താഴത്ത് വന്നു. ഇവിടുത്തെ വെള്ളത്തിൽ ഇവർ കുടിക്കുന്നു കണ്ടപ്പോൾ ആർക്ക് സഹിച്ചില്ല, ഉത്ബത്തിനും ഷൈബത്തിനൊന്നും സഹിച്ചില്ല. അവരെന്തായി, ആ ഹൗദ് ഞങ്ങൾക്കില്ലാത്ത വെള്ളം നിങ്ങൾക്കും വേണ്ട, അതുകൊണ്ട് ഹൗദ് ഞങ്ങൾ പൊളിക്കുമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വരുന്നത് വെള്ളം എടുക്കാൻ വന്നതല്ല, ആ വരുന്നത് എന്തിനാണ്? ഹൗദ് പൊളിക്കാൻ വന്നതാ. അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഉടനെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു വാളെടുത്ത്, അവിടെയാണ് നമ്മുടെ മറ്റേ പാട്ടുള്ളത്, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി ചെമ്പിയ സിവദ് മാറടാ, വള്ളർ നബി മഹമൂദർ ഹൗലീന്ന് വെള്ളം കുടിക്കുന്നോനാരടാ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്നു കാണട്ടെ. പിന്നെ ബാക്കി, അതായത് അസ്വദിന്റെ വെള്ളം എടുക്കാൻ വരുന്നവനാരാ? വന്നോട്ടോട് ഒരൊറ്റ വട്ട അസ്വദ വന്നത്. ഹംസറിൽ വന്നിട്ട് ഒരൊറ്റ വട്ടം അവൻ്റെ തലങ്ങ് പാറിയുന്ന. അപ്പം തന്നെ എന്തായി, അബൂജഹൽ അവിടെ നിന്ന് തിരിഞ്ഞു, നമ്മുടെ മെയിൻ നേതാവിൻ്റെ തല പോയിട്ടുണ്ട്. ഉടനെ തന്നെ അബൂജഹൽ എന്താക്കി, ആളെ വിട്ടു. ഇങ്ങോട്ടേ യുദ്ധത്തിന് വിട്ടപ്പോൾ വിവാഹ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇവിടുന്ന് എണീക്കാൻ പറഞ്ഞു. ആൾക്കാർ എണീറ്റ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, മദീനക്കാരെ ഞങ്ങൾക്ക് വേണ്ട. ആദ്യ റസൂലുള്ളാഹി മുന്നിലേക്ക് നിർത്തിയത് മദീനക്കാരെയാ. അപ്പോൾ റസൂലുള്ളാഹി അവർ പറഞ്ഞു, മദീനത്തുകാരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ നാട്ടിൽ നിന്ന് ഓടിപ്പോയ കുറച്ച് ആളുകളുണ്ട്, ഓരങ്ങോട്ട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു റസൂലുള്ളാഹിനോട്. ഉടനെ തന്നെ എണീച്ചു. അബൂബക്കർ തങ്ങൾ എണീച്ചു, ഉമർ തങ്ങൾ എണീച്ചു, അരിയാര് തങ്ങൾ എണീച്ചു. യുദ്ധം തുടങ്ങി. യുദ്ധം കൊടുമ്പിനി കൊണ്ടു. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ യുദ്ധത്തിന് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പേ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ഒരു കരമുയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹ് ഈ യുദ്ധത്തിലെങ്ങാനും മുസ്ലിം സമൂഹം അവരുടെ അംഗബലം കുറഞ്ഞതിൻ്റെ പേരിൽ, ആൾക്കാർ കുറഞ്ഞതിൻ്റെ പേരിൽ, ഈമാനികമായ ആവേശം കുറഞ്ഞിട്ടില്ല, ആൾബലം കുറഞ്ഞതിൻ്റെ പേരിൽ ഇസ്ലാമിലെങ്ങാനും ഈ യുദ്ധത്തിന് ഞങ്ങൾ തോറ്റുപോയാൽ നാളെ നിനക്കിവിടെ സുജൂദ് ചെയ്യാൻ ഒരൊറ്റ മക്കളുണ്ടാവില്ല, ഒരാളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് യുദ്ധം നിൻ്റെയും കൂടി ആവശ്യം വിജയിപ്പിക്കൽ, അതുകൊണ്ട് നീ ഏറ്റെടുക്കണമെന്ന് പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധം അങ്ങ് ഏറ്റെടുക്കുകയും, യുദ്ധം സാധാരണ പോലെ ചെയ്യുന്നത് പോലെ ഉമർ തങ്ങൾ വെട്ടാൻ വേണ്ടി വാളെടുക്കും, ശത്രുവിൻ്റെ തലണ്ടാവും പാറിപ്പോകുന്നു. ഹംസ റളിയല്ലാഹു അൻഹു കുത്താൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും കുതിരയുടെ തലയുണ്ടാവും പാറിപ്പോകുന്നു. എല്ലാവർക്കും അത്ഭുതമായി. അല്ലാഹുവിനടുക്കുള്ള സഹായമാണെന്ന് ഇവർക്ക് മനസ്സിലായി. ശത്രു സമൂഹം ഇത് കണ്ടിട്ട് അന്തം വിട്ട് അവർക്ക് കിട്ടിയ സ്വത്തുമെല്ലാം വിട്ടേച്ചുകൊണ്ട് അവർ ഓടിപ്പോവുകയാണ്. എന്താ അവിടെ സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാലാഖമാരെ ഇറക്കിക്കൊണ്ട് എന്താക്കിയിട്ടുണ്ട്? ഈ യുദ്ധത്തെ അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുത്തുന്ന. അതുകൊണ്ട് തന്നെയാണ്
ബദരീങ്ങൾ എന്ന് പറയപ്പെടുന്നത് ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമല്ല, ബദറിൽ പങ്കെടുത്ത സ്വഹാബത്ത് മാത്രമല്ല, ബദറിൽ പങ്കെടുത്ത മാലാഖമാരും എന്താണ്? ബദരീങ്ങൾ തന്നെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ബദരീങ്ങൾ എന്ന് പറയുന്നത് അവര് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയെങ്കിലും അവരെന്താകുന്നുണ്ട്? അള്ളാഹുവിന്റെ അടുക്കൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു ഖുർആൻ ആയത്തുണ്ടല്ലോ. ആർക്കേലേറെ ആയത്ത് ഏതാണെന്നുള്ളത് ഹദീസിന്റെ തുടക്കത്തിലുണ്ടല്ലോ. ഏതായാലും പരിശുദ്ധമായ ഖുർആൻ പറയാണ്, നമ്മൾ കരുതുന്ന പോലെ അവരെന്തല്ല, സാധാരണക്കാരല്ല. അവർ നമ്മളിൽ നിന്ന് കൺമറഞ്ഞു പോയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ സുഖിച്ച് ജീവിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അത്രയും സ്ഥാനം അവർക്ക് ലഭിച്ചത് ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതായ ആളുകൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഹളറത്ത് റൂഹി നബീന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു